എല്ലാവരും എല്ലാവർക്കും കാണാം. പോയാ 8,000 അമ്മാവും കൊടുത്തു മോനെ. ഞാൻ അറിഞ്ഞു. പെട്ടിക്കെടുത്തോ പെട്ടിക്കെടുത്തോ. സാരമല്ല, വേറെ ഉണ്ട്. അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മായി നന്ദിനി എല്ലാരും ഉണ്ടല്ലോ. കൊണ്ടുവരൂ അകത്തേക്ക് പെട്ടികളൊക്കെ അകത്തേക്ക് പോട്ടെ. അല്ല, ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ച വേണ്ട, ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചോളൂ. അല്ല മാവ, എന്നെ കാണാമെന്ന് ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ? സൂക്ഷിച്ചിറക്കണേ. സാറേ, കാറിന്റെ വാടക 1000 രൂപ കിട്ടിയില്ലേ? കിട്ടി. 1000 രൂപയോ? തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ? 100-300 രൂപ കൂടുതല. ചെല്ലു. കാശുള്ളപ്പോ നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ? എന്താ മാറുമെന്ന് പറഞ്ഞത്? എന്നെ മറന്നോ? അച്യുതൻ വലിയ ആളായി പോയില്ലേ? ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞത് എന്നെ ഭാഗ്യം. ഞാൻ വലിയ പണക്കാരനെന്ന് വെച്ച് പഴയ സുഹൃത്ത് ബന്ധം മറക്കാൻ പറ്റുമോ? അല്ല മാവ, ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ? പിടിപെടാ. നീ അങ്ങ് വളർന്നു പോയില്ലടി വെച്ചേ. അച്ചൂട്ടിന് കുടിക്കാൻ കാപ്പിയോ ചായയോ? എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് മോര് മതി. കണ്ടോ ശങ്കര, പഴയതൊന്നും മറന്നിട്ടില്ല. മോര് മതി ഇന്ന്. അച്ഛനല്ല, സംസാരത്തിന് പോലും ഒരു മാറ്റമില്ല. പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ? അല്ലേ അമ്മേ? അമ്മാവ, ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ച് കൊടുത്തേക്കട്ടെ. എന്താ? ഒരു റിസ്റ്റ് വാച്ചേ. നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു വെച്ചതാ. കൊടുക്കട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. ദയവ് ചെയ്ത് വീട്ടിൽ പോടാ. എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാം. ഇയാള് ശരിയാവില്ല. കൂട്ടുകാരെ, പവിത്ര, വിശ്വ, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റാവൽപിണ്ടി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാ, നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പൊ പൊക്കോളൂ. ബൈ. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോ. താങ്ങോട്ട് പോണേ. ഇവിടെ നിൽക്കണോ? അമ്മാവന് മേടിച്ചതൊക്കെ എയർപോർട്ടിൽ കിടക്കുക. ക്ലിയറൻസ് കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്നും വേണ്ട അച്ഛാ, നീ വന്നല്ലോ, അത് തന്നെ ധാരാളം. ഇങ്ങനെ മാറിക്കടോ. ഇത് കിട്ടുവാണോ? അതെടുക്കും. അത് കളർ ഭാരം കൂടുതലാണ്. പിടിക്കും. സൂക്ഷിച്ചു. ഇത് പിടിക്കും. ഇത് പിടിച്ചു പോലെ. അങ്ങോട്ട്. തല ചീത്ത പ്ലീസ്. നടക്കും. ഭയങ്കര ക്ഷമ. സൂക്ഷിച്ച്. പാർവതി, എന്തോ? ഞാൻ ഇറങ്ങുന്നു. മിസ്റ്റർ തങ്കപ്പൻ നായർ? അതെ. താങ്ക് യു. I am a Menon and MK Menon coming from Kottayam car talking Achyutan marriage problem. അച്യുതൻ? Yes, Achyutan. Come on, sit and talking. Come on. മനസ്സിലായില്ല. Understanding English difficulty? നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. You English not okay. സാറിപ്പോ ഇംഗ്ലണ്ടിൽ നേരിട്ട് വരുന്ന വഴിയാ? No, 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 no. എനിക്ക് കുറച്ച് മലയാളം അറിയാം. ഓ, അപ്പൊ മലയാളം മതി. അതായിരിക്കും കൂടുതൽ സൗകര്യം. അച്യുതനെ കണ്ടു. എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ്. അച്യുതൻ പറഞ്ഞു അമ്മാവനോട് ആലോചിക്കാൻ. എവിടെയാ നാടെന്ന് പറഞ്ഞത്? കോട്ടയം. എന്റെ മക്കൾ 3 പേർ ദുബായിലാ. അച്യുതന്റെ സ്ഥിതിയൊക്കെ അവർക്ക് നന്നായി അറിയാം. അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത്. അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല. അവന് ഇഷ്ടംപോലെ അവന് ശമ്പളം.
മാസം എത്രായിരം രൂപയാണെന്നാ? ഓക്കെ, എനിക്കറിയാം. എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമോനെ കിട്ടണം. അതെ, പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ. പണം എനിക്കൊരു പ്രശ്നമല്ല. റബ്ബറുണ്ട്, ഏലമുണ്ട്, തേങ്ങയുണ്ട്. അച്യുതൻ ചോദിച്ചാൽ 5 ലക്ഷം വേണോ 10 ലക്ഷം വേണോ, എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതായാലും അടുത്ത ആഴ്ച പറ്റ ഞാൻ അങ്ങോട്ട് വരാം. പെൺകുട്ടിയെ ഒന്ന് കണ്ട് ജാതകമൊക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മുതലാളി, ക്രാങ്ക് പൊട്ടി. ബസിന്റെ ക്രാങ്ക് പൊട്ടി, ട്രിപ്പ് മുടങ്ങി. നിനക്കൊക്കെ തോന്നുന്നു പൊട്ടിച്ചോ? മുതലാളി, അത് എന്താ വേണ്ട ഒരു മേർന്ന് വാങ്ങിക്കാൻ? ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങാം. 15,000 രൂപയോ? ഓ, എന്റെ ഇല്ല. ബസ് ഓണണ്ട, അവിടെ കിടക്കട്ടെ. അങ്ങോട്ടല്ല ഇങ്ങോട്ടെല്ലാം കിട്ടിയിട്ടുണ്ടോ? വാങ്ങിച്ച അന്ന് പോലെ. ക്യാഷ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. 15,000 അല്ലേ വേണ്ടു. തൽക്കാലം അത് വേണമെന്നില്ല. നമ്മൾ ഈയിടെ എവിടെയോ വെച്ച് കണ്ടല്ലോ. നോ 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 നോ. കണ്ടു. ഐ ആം MK മേനോൻ, കോട്ടയം, കമ്മിങ് ഫോർ അച്യുതൻ മാരേജ് പ്രോബ്ലം. പിടി. അന്നാ ലോഡ്ജില് ഇന്നാളൊരു ദിവസം. പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല. ഹൂ ഈസ് ദി മാൻ? ഹൂ ഈസ് ദിസ് മാൻ? എന്റെ ബസ് ഡ്രൈവറാ. ടോക്കിംഗ് നോൺസെൻസ്. സൂക്ഷിച്ച് സംസാരിക്കണം. കണാല, ഇത് നമ്മുടെ അച്ഛന് കല്യാണാലോചനയായിട്ട് വന്ന ഒരാളാ. ഓഹോ, പക്ഷെ നല്ല മുഖപരിചയം. നീ അയാളല്ലേ ഇത്? അപ്പോ നെക്സ്റ്റ് വീക്ക് കമ്പൽസറി കം. എന്താ എത്ര ആലോചിക്കാനുള്ളത്? അല്ല, അങ്ങനെ ഒറ്റവാക്കി മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത്. അതെന്താ, നിനക്ക് നന്ദിനെ ഇഷ്ടമല്ലേ? അതല്ല മാവ, 2 ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു. അവനും ഗൾഫിൽ തന്നെ. അവന്റെ സഹോദരി ഒരു ലേഡി ഡോക്ടറാ. അപ്പോ ഒരു ബന്ധുത്വം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. അതുപോലെ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഒരാളെ അയച്ചിരുന്നു. അയാളുടെ മകളുടെ കാര്യത്തിന് തന്നെ. ആ കുട്ടി ഒരു ലേഡി എഞ്ചിനീയറോ ഡെപ്യൂട്ടി കളക്ടറോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ നന്ദിനി കുട്ടി നിന്റെ മുറപ്പനല്ലേ അച്യുതാ? അതൊക്കെ ശരിയാണ് അമ്മാവ. പക്ഷേ അവൾക്ക് എഡ്യൂക്കേഷൻ പോരാ. ഞാൻ അവളെയും കൊണ്ട് ഫോറിനിൽ വല്ല പാർട്ടിക്കും പോയാൽ അവൾ ഫോറിനേഴ്സുമായിട്ട് എങ്ങനെ സംസാരിക്കും? അവൾക്ക് ഇറ്റാലിയൻ അറിയില്ല, ഫ്രഞ്ച് അറിയില്ല, എന്തിന് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. അവക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം കുറച്ചൊക്കെ. ആർക്കാ? നന്ദിനിക്കോ? MA കാരനെ ഞാനേ കിടന്ന് ബപ്പ പഠിക്കുന്നു. പിന്നെ അതിപ്പോ ഒരു ട്യൂഷൻ വെക്കാം ഇംഗ്ലീഷിനെ. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. പക്ഷെ അമ്മാവ, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. സിറ്റിയിലോട്ട് മാറി ഒരു ബംഗ്ലാവ് വാങ്ങിക്കണമെന്നാണ് എന്റെ പ്ലാൻ. എന്റെ കയ്യിൽ ആവശ്യത്തിലധികം കാശുണ്ടെങ്കിലും അമ്മാവൻ അറിയാമല്ലോ, മറ്റാരെങ്കിലും കെട്ടിയാൽ കുറഞ്ഞത് ഒരു 5-10 ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് എന്നെ കിട്ടും. എനിക്കതറിയാം. എന്റെ അമ്മയ്ക്ക് പറ്റിയ പോലെ ഒരു ചതി എന്റെ ഭാര്യയ്ക്ക് സംഭവിക്കരുത്. അച്യുതൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കും പാർവതിക്കും കഞ്ഞി കുടിക്കാനുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ സ്വത്തുക്കളും ഞാൻ നന്ദിയുടെ പേർക്ക് എഴുതി വെക്കാം. എന്ന് പറഞ്ഞാ പോരാ, എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം നമുക്ക് കല്യാണക്കാരും സംസാരിച്ചാ മതി. അതാ അതിന്റെ ന്യായം. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്രയും വലിയ രഹസ്യം എന്തോന്നാ? നന്ദിനി വാക്കുമാറുന്ന സ്വഭാവക്കാരിയാണോ? എന്താ കാര്യം വെച്ചാ പറയൂ ചേട്ടാ. പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്കിങ്ങനെ നിന്നോടൊപ്പം നടക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന ഭയമാണ് എനിക്ക്. അച്ചുവേട്ടൻ ഗൾഫിൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ? ഞാനോ? അന്ന് നന്ദിനി എന്നോട് പറഞ്ഞു എന്റെ പണം നന്ദിനിക്കൊരു പ്രശ്നമല്ലെന്ന്. പക്ഷെ അമ്മാവന് അതൊരു പ്രശ്നമാണല്ലോ. എന്താ, ഗൾഫിൽ നിന്നുണ്ടെന്ന് പണമൊക്കെ കളഞ്ഞുപോയോ? എന്തു പണം? ആരുടെ പണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് തെളിച്ചു പറ അച്ചുവേട്ടാ. 7 മാസക്കാലമായി ഉരുളംപാറയിൽ ഒരു ലോഡ്ജിൽ ഒളിച്ചു താമസിക്കായിരുന്നു ഞാൻ. ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയല്ലേ? അല്ല, ഞാൻ ഗൾഫിലും പോയിട്ടില്ല, എന്റെ പണവും ഇല്ല. അപ്പൊ അന്ന് എന്നോട് യാത്ര പറയുമ്പോ പറഞ്ഞതൊക്കെ കളവായിരുന്നു അല്ലേ? ആയിരുന്നു. സത്യം പറയണമെന്ന് പല പ്രാവശ്യം വിചാരിച്ചതാണ്, പിന്നീടാകാമെന്ന് കരുതി. നന്ദിനിക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ തെറ്റിന് എന്നോട് ക്ഷമിച്ചൂടെ? അപ്പൊ അന്ന് വന്ന അറബിയോ? എന്തറബി? അത് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെ മാനേജർ ഹാലുക്കോയായിരുന്നു. ആ, കല്യാണം കഴിയുന്നവരെ ഒരു കാരണവശാലും അമ്മാവൻ ഇതറിയരുത്. അത് പ്രത്യേകിച്ച് എന്നോട് പറയണോ? ഈ സൂത്രം കണ്ണി വെച്ച്. ബ്യൂട്ടിഫുൾ.